ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സ്കൂട്ടി പഠിക്കുന്നവർക്കുള്ള വീഡിയോ തന്നെയാണ്. രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സൈക്കിൾ ബാലൻസ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് സ്കൂട്ടി പഠിക്കാം. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹോൾഡ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം. ഈ സ്ട്രാപ്പ് കറക്റ്റായിട്ട് ഫുൾ ഫിറ്റായിട്ട് ഇടുക തന്നെ വേണം. എന്നിട്ട് ഈ രീതിയിൽ കയറി ഇരുന്നിട്ട് ഈ സ്റ്റാൻഡ് തട്ടുക. സ്റ്റാൻഡ് കറക്റ്റായിട്ട് നിർത്തുക. നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് പിടിക്കുക. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ കീ ഓൺ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തു. ഇത് ആക്സിലേറ്ററാണ്. ഇപ്പം ഈ ബ്രേക്ക് വിട്ടു. വെറും ഹാൻഡിൽ മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. പതുക്കെ മൂവ് ചെയ്യുക, ബ്രേക്ക് ആക്കുക. മൂവ് ചെയ്യുക, ബ്രേക്ക് ആക്കുക. ഏത് രീതിയിൽ വേണം, നമ്മൾ ശകലം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ആക്സിലേറ്റർ പതുക്കെ മൂവ് ആവുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ബ്രേക്ക് ആക്കാൻ പഠിക്കുക. അത് ബ്രേക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്യുക. ഈ രീതിയിൽ മാത്രം വൺ ഡേ ഫുള്ളായിട്ട് മൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ബ്രേക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ കുറച്ച് ദൂരെ, ഒരു 10 അടി ദൂരെ വെച്ച് എത്രത്തോളം നമുക്ക് മാക്സിമം പോകാവോ ആ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുക. ഈ രീതിയിൽ വേണം ബ്രേക്ക് ചെയ്ത് പഠിക്കാൻ. രണ്ട് ബ്രേക്കും പിടിച്ച് വേണം നമ്മൾ ബ്രേക്ക് നോക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ പ്രഷറിൽ തന്നെ പോകുന്നതായിരിക്കും. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ 3-4 ദിവസത്തോളം ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ ഈ ബ്രേക്ക് ഇട്ട് പഠിച്ച് അത് കറക്റ്റായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കഴിയുമ്പോൾ മാത്രം നമ്മൾ കാല് താഴ്ത്തിയിട്ടതിനെ കാല് പൊക്കി സ്കൂട്ടിയുടെ മുകളിൽ വെച്ചിട്ട് പോകാൻ പാടുള്ളൂ. മൂവ് ആയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം ഇതേ രീതിയിൽ തന്നെ കാല് മുകളിൽ വയ്ക്കുക, താഴെ വയ്ക്കുക, മുകളിൽ വയ്ക്കുക, താഴെ വയ്ക്കുക. ഈ രീതിയിലായിരിക്കണം നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ഒരു 5-6 ദിവസത്തോളം ആ രീതിയിൽ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പഠിക്കണം. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. പിന്നെ മെയിനായിട്ടുള്ളത് ആണ് നമ്മൾ പോകുന്ന രീതിയിൽ ഏത് രീതിയിലാണ് ടേൺസ് ഉണ്ടോ, ഏത് രീതിയിലുള്ള സിഗ്നൽസ് ഉള്ളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം പഠിക്കാൻ. തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്നവർക്ക് അധികം സിഗ്നൽസ് ഒന്നും മനസ്സിലാവാൻ വഴിയില്ല. അപ്പം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ തന്നെ പോയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇടത്ത് വശത്തു നിന്നാണോ പോകേണ്ടത്, വലത്ത് വശത്തു നിന്നാണോ പോകേണ്ടത്, ടേൺസ് അല്ല ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതൊക്കെ പിന്നെ സ്കൂളുകളിൽ നിന്ന് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ പഠിക്കുകയാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോസ് നെക്സ്റ്റ് ഡേ ഇടുന്നതായിരിക്കും. കണ്ടിന്യൂഷൻ ആയിട്ട് എൻ്റെ വീഡിയോസ് നോക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.